സുനിൽ ഐസക്കാണ് മണ്ണുണ്ടി മേഖലയിലുള്ളത്. എന്തായാലും ഇന്നും ആനയെ പിടിക്കാനുള്ള ദൗത്യം അത് മൂന്നാം ദിനത്തിലും തുടരുക തന്നെയാണ്. സുനിലിലേക്ക് കൂടെ പോകുന്നു. സുനിൽ, ആന മണ്ണുണ്ടി മേഖലയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൗത്യം അല്പസമയത്തിനകം തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ദൗത്യസംഘം കാട് കയറിയോ? ചിൽസി, ദൗത്യസംഘം കാട് കയറാൻ സമയമായിട്ടില്ല. കാരണം അതിനുള്ള ഒരു സാഹചര്യം, അതായത് രാവിലെ മഞ്ഞ് മാറിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ പിന്നിലെ കാഴ്ചകളിലേക്ക് പോയാൽ പ്രേക്ഷകർക്ക് അത് കാണാൻ കഴിയും. കാരണം ഈ വനമേഖലയിലേക്ക് മഞ്ഞിങ്ങനെ ഇറങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞ് മാറിയാൽ മാത്രമേ വെടിവയ്പ്പ് ദൗത്യത്തിന് സംഘത്തിന് അവിടേക്ക് പോകാൻ കഴിയൂ. ഇന്ന് നിലവിലിവിടെ ഉണ്ടായിരുന്ന ദൗത്യ സംഘത്തിൻ്റെ കൂടാതെ 2 ടീം കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. മണ്ണാർക്കാട് നിന്നും നിലമ്പൂരിൽ നിന്നും RRT ടീം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം 5 DFOമാരടക്കമുള്ള വലിയ സംഘവും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് എന്തായാലും കൊലയാളി ആനയെ മയക്കുവെടി വെക്കും എന്ന ഒരു തീരുമാനത്തിലാണ്, അത്തരം ഒരു ഉറപ്പിലാണ് വനം വകുപ്പ് ഉള്ളത്. വനം വകുപ്പിൻ്റെ വലിയ സംഘം ഇന്നലെ രാത്രി മുഴുവൻ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. അവരുടെ നിരീക്ഷണം തുടർന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരം അവരുടെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ കോളനി, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം, ഇതാണ് ഈ മണ്ണുണ്ടി കോളനി എന്ന് പറയുന്ന സ്ഥലം. അതിന് തൊട്ടപ്പുറത്ത് ഈ കാണുന്ന ഈ മഞ്ഞ് കയറി കിടക്കുന്ന പ്രദേശമാണ് ഈ വനമേഖല. ഈ വനമേഖല ഇതിനുള്ളിൽ ഏതാണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 300 മീറ്റർ അപ്പുറത്ത് ഈ ആന നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന സിഗ്നൽ പ്രകാരം വനം വകുപ്പ് അവരുടെ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഈ മഞ്ഞ് ഇവിടെ നിന്ന് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മാറിയാൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ ദൗത്യസംഘം കാടിനുള്ളിലേക്ക് കയറും. ആദ്യം കുങ്കിയാനകളുമായിട്ടാണ് സംഘം കയറുക. കുങ്കിയാനയുടെ പുറത്ത് കയറിയാണ് ഈ നിലവിൽ ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് ആനയെ കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും മയക്കുവെടി സംഘം അതിനെ അനുഗമിക്കുക. ആനയെ ഒരു വെടിവെക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമുക്കറിയാവുന്ന പോലെ ആനയുടെ മസിൽസിനാണ് ഈ മയക്കുവെടി ചെയ്യേണ്ടത്. അത് കൈയുടെയോ കാലിൻ്റെയോ അവിടെ ആ മസിൽസിനാണ് സാധാരണഗതിയിൽ മയക്കുവെടി വെക്കുക. അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. വലിയ കൊടും കാടിനുള്ളിലേക്ക് അത്തരത്തിൽ മയക്കുവെടി വെക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് ആനയെ കുറച്ചുകൂടി ഒരു തുറസായ സ്ഥലത്തേക്ക് കുങ്കിയാനകളെ മറ്റും ഉപയോഗിച്ച് അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചോ അങ്ങനെയൊക്കെയായി കുറച്ച് നീക്കേണ്ടതുണ്ട്. അങ്ങനെ നീക്കിയതിന് ശേഷം മാത്രമാണ് മയക്കുവെടി വെക്കുക. ഇന്ന് എന്തായാലും മയക്കുവെടി വെക്കും. ഇന്നലെ കുറേ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇത് നാഗർകോള വനമേഖലയിലേക്ക്, വന്യജീവി സങ്കേതത്തിലേക്ക് തിരികെ പോയോ, അല്ലെങ്കിൽ ജനവാസ കേന്ദ്രത്തിലേക്ക് തിരികെ എത്തുമോ, അങ്ങനെയുള്ള കുറേ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അസ്ഥാനത്തായി. ഇന്നലെ രാത്രി എന്തായാലും ആന അധികം ദൂരം സഞ്ചരിച്ചിട്ടില്ല. ഇന്നലെ പകൽ മുഴുവൻ ആന വലിയ വേഗതയിൽ സഞ്ചരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആവാം ഇന്നലെ രാത്രി ഏതാണ്ട് പൂർണ്ണമായും ആന ആ പ്രദേശത്ത് തന്നെ തമ്പടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ എന്തായാലും ഇന്ന് തന്നെ ആ ദൗത്യം തുടങ്ങും. അല്പസമയത്തിനകം തന്നെ ഈ മഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ദൗത്യസംഘം കാട് കയറുമെന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്.